നമസ്കാരം. മലയാളം TV ലൈവ് എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. കോതമംഗലത്ത് കിണറ്റിൽ വീണ ആനയെ മയക്കുവെടിവെക്കും. പ്രദേശത്ത് നിരോധനാജ്ഞ. കോട്ടപ്പടി പഞ്ചായത്തിലെ 1 മുതൽ 4 വരെയുള്ള വാർഡുകളിലാണ് നിരോധനാജ്ഞ. കോതമംഗലത്ത് പ്ലാച്ചേരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ മയക്കുവെടിവെക്കാൻ തീരുമാനം. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ആനയെ മയക്കുവെടിവെച്ച് മാറ്റാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വാക്കാൽ അനുമതി നൽകി. അനുയോജ്യ ഘട്ടത്തിൽ മയക്കുവെടി വയ്ക്കുമെന്നും കിണർ ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകാൻ തീരുമാനമായെന്നും മലയാറ്റൂർ DFO ശ്രീനിവാസ് പറഞ്ഞു. മലയോര കർഷക കൂട്ടായ്മയുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കേരളത്തിൽ വനമേഖലയോട് ചേർന്ന അരാജകത്വം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മൃഗങ്ങളെ കൊല്ലേണ്ട വിവരങ്ങൾ വരെ ആ ഗ്രൂപ്പിൽ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും പ്രസ്തുത വിവരങ്ങളുടെ സ്ക്രീൻഷോട്ട് അടക്കം വനം വകുപ്പിന് പരാതി കൈമാറിയിട്ടും അവർ അത് സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും പരക്കെ ആക്ഷേപം ഉണ്ട്. ആ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നത് വയനാടുള്ള ഒരു വ്യക്തിയുടെ വ്യക്തി താൽപര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും വനമേഖലയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ക്യാമറകൾ അനധികൃതമായിട്ട് ഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വനം വകുപ്പിന് എതിരായിട്ട് തിരിക്കുക എന്ന ഉദ്ദേശ്യം ലക്ഷ്യമാക്കിയാണ് ഈ ലോബി പ്രവർത്തിക്കുന്നതെന്നും ആക്ഷേപം ഉയരുന്നു. കിണറ്റിൽ വീണ ആനയെ മയക്കുവെടി വയ്ക്കുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്നവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പൊതുജനങ്ങൾക്ക് ഒട്ടേറെ സംശയം ഉണ്ടാക്കുന്നതായി വോയിസ് ഓഫ് അനിമൽസ് എൻവയോൺമെന്റ് ഫൗണ്ടേഷൻ സെക്രട്ടറി ശ്രീമതി മിനി സതീഷ് മലയാളം TVയോട് പറഞ്ഞു. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ മലയോര മേഖലയിൽ പ്രത്യേകിച്ച് വയനാട് തുടങ്ങി പരീക്ഷിച്ച് വിജയിച്ചെന്ന് ചില സംഘടനകൾ അവകാശപ്പെടുന്ന മനുഷ്യമൃഗ സംഘർഷം എന്ന ഒരു ഓമന പേരിട്ട് ഇവര് വിളിക്കുന്ന ഈ കാര്യത്തിന് നിശ്ചിത ഒരു മൃഗങ്ങളെ അങ്ങേയറ്റത്തെ ഒരു കശാപ്പിലേക്കും വളരെ ദാരുണമായിട്ടുള്ള അന്ത്യത്തിലേക്ക് നയിക്കുന്ന വർത്തമാന കാലാവസ്ഥയിലാണ് നമ്മളിപ്പം ജീവിക്കുന്നത്. ഇതിന്റെ മുഖ്യമായിട്ടുള്ള കാരണം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആയാൽ അതിന്റെ തനതായിട്ടുള്ള ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട മൃഗങ്ങളാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലേക്ക് വെള്ളം തേടി ഭക്ഷണം തേടി ഇറങ്ങി വരുന്നത്. അത് ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളടക്കം നിലകൊള്ളുമ്പോൾ നമ്മൾ പൊതുജനങ്ങൾ ഇതിനെതിരെ ജാഗരൂകരാകേണ്ടതുണ്ട്. ഇവിടെയുള്ള സംഘടനകളുടെ പേരുകൾ ഞാൻ പരാമർശിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ കൃഷിക്കാരുടെ പേരിൽ പലരും മുതലക്കണ്ണീർ ഒഴുക്കുകയും എന്നിട്ട് അങ്ങേയറ്റം മൃഗവിരുദ്ധ മനുഷ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ഈ സംഘടനകൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കണം, മനുഷ്യനെ സംരക്ഷിക്കണം, അതുപോലെ വനത്തെ വന്യജീവികളെ നമ്മൾ സംരക്ഷിക്കണം എന്ന് നമ്മുടെ പൊതുജനങ്ങളെ പഠിപ്പിക്കേണ്ട പൊതുസമൂഹത്തിന് മാതൃക കാണിക്കേണ്ട പല ആൾക്കാരുമാണ് ഇപ്പോൾ മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ സംഘർഷമാണ്, അല്ലെങ്കിൽ ഈ വന്യമൃഗങ്ങളും വനവും നമുക്കൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, അതിനെ സംരക്ഷിക്കപ്പെടേണ്ട, മനുഷ്യനാണ് വലുത് എന്നുള്ള അതിനു പകരം പലപ്പോഴും ജനങ്ങൾ തന്നെ നിയമം കയ്യിലെടുക്കുകയും ഒരു സർക്കാരിനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന സർക്കാരിനെ സർക്കാർ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യും. അവരുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ഇത്ര കിട്ടിയാലും ഞങ്ങൾ അതിനെ പിടിക്കാൻ സമ്മതിക്കുള്ളൂ, അല്ലെ അതവർക്ക് അത് ചത്തുപോക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള ബാർഗെയിനിങ് വിലപേശൽ രീതിയിലേക്ക് നമ്മുടെ കേരള ജനത അല്ലെങ്കിൽ കേരളത്തിന്റെ മഹത്തായ സംസ്കാരം ആ രീതിയിലേക്ക് എത്തിപ്പെടുന്ന അങ്ങേയറ്റം ശോചനീയം, ദുഃഖകരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുപോലെ നമ്മൾ മയക്കുവെടി വെക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ജീവിയുടെ ആരോഗ്യാവസ്ഥ പരിഗണിക്കേണ്ടതുണ്ട്. അത് മിക്കവാറും നമ്മുടെ കാർഷിക ഭൂമിയിൽ ജനവാസ മേഖലയിൽ എത്തിപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും അതാകെ വെപ്രാളപ്പെട്ടായിരിക്കും. അപ്പൊ ഭക്ഷണമില്ല, വെള്ളമില്ല, 12 മണിക്കൂർ, 14 മണിക്കൂർ, 24 മണിക്കൂർ ഒക്കെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായലായിരിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ഓരോരുത്തരും ഓർക്കുന്നുണ്ടായിരിക്കും തണ്ണീർ കൊമ്പന്റെ അവസ്ഥ. ആ തണ്ണീർ കൊമ്പന്റെ റേഡിയോ കോളർ ഇട്ട് അവര് കർണാടക സ്റ്റേറ്റിൽ നിന്ന് ഏറ്റിവിടുന്ന സമയത്ത് അവന്റെ ദേഹത്ത് ഒരൊറ്റ പെല്ലറ്റുകൾ പോലും ഇല്ലായിരുന്നു. പക്ഷെ നമ്മുടെ സാക്ഷര ലോകത്തിന്റെ 100% സാക്ഷരത കൈവരിച്ച കേരളത്തിന്റെ മണ്ണിൽ എത്തിയപ്പോൾ ആ മിണ്ടാപ്രാണിയുടെ ദേഹത്ത് 15 പെല്ലറ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഇതൊക്കെ എവിടുന്ന് വന്നു? അവനാരും ഉപദ്രവിച്ചില്ല. അവന്റെ കുളിർമ തേടി തെങ്ങിന്റെ ചോട്ടിലും വാഴച്ചോട്ടിലും നിന്ന് ഒരു മിണ്ടാപ്രാണിയായിരുന്നു, ഒരു പാവം കൊമ്പനായിരുന്നു തണ്ണീർ കൊമ്പന്. അപ്പൊ അത് നമ്മുടെ നാട്ടുപ്രദേശത്ത് ഇറങ്ങിയപ്പോഴേക്കും ഉള്ള മീഡിയ ഹൈപ്പ് എല്ലാം കൂടി ഉണ്ടാക്കി അതിനെ എന്നിട്ട് എല്ലാരും പെല്ലറ്റ് കൊണ്ട് ആക്രമിച്ച് അതിനെ മൃതപ്രായനാക്കി. അവസാനം നമ്മുടെ ഫോറസ്റ്റുകാരുടെ പോലും ഒരു വേണ്ട രീതിയിലുള്ള പരിഗണനയില്ലാതെ അവര് മയക്കുവെടി വെച്ച് അവനെ പിടിച്ചുകൊണ്ട് പോയി. അവിടെ ഇതിലെത്തുന്നതിന് മുമ്പ് തന്നെ അത് ശരിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മയക്കുവെടി വെക്കുന്ന ജീവിയുടെ ആരോഗ്യാവസ്ഥയും ഇത്തരം കാര്യങ്ങളും ഒന്നും വനം വകുപ്പ് കെയർ ചെയ്യുന്നില്ലെന്നുള്ളത് അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ള കാര്യമാണ്.
ഇതിനു മുമ്പ് കിണറ്റിൽ വീണ കരടി, കടുവ, പുലി തുടങ്ങിയ പല മൃഗങ്ങൾക്കും മരണം സംഭവിച്ചത് വനംവകുപ്പിന്റെ മയക്കുവെടി മൂലമാണ്.